സെൻസർ 2.5 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യം കണ്ടെത്തി തകർക്കാനുള്ള ശേഷി. അതാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന മിസൈലിനുള്ളത്. ഇന്ത്യ എന്താ പറയാ അതിവേഗം ഈ ഒരു ഇത്തരത്തിൽ മിസൈലുകൾ ഉണ്ടാക്കുന്നതിൽ, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയൊരു ശക്തിയായിട്ട് മാറുന്നു. ഭാർഗവാസ്ത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്, സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ് ഈ ഭാർഗവാസ്ത്ര. അപ്പം ഇതിനകത്ത് നീതു പറഞ്ഞതുപോലെ 2.5 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന ഡ്രോണുകളെ നിരീക്ഷിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ്. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ലോകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 3-3.5 ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ലോകം വിചാരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോൾ സൈനികമായിട്ട് നമ്മുടെ ഈ പട്ടാളക്കാരെ പണ്ടുതൊട്ട്, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരുടെ കഴിവും ശേഷിയും ലോകത്ത് മറ്റ് രാജ്യങ്ങളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കഴിവുറ്റ പട്ടാളക്കാർ എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ ടെക്നോളജി ബേസ് ഇന്ത്യ ലോകത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ലോകം ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ ലോകം ഇന്ത്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അത് എത്രത്തോളം വരും എന്നുള്ള ഒരു സംശയം ലോകത്തിന് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസത്തെ യുദ്ധം, അല്ലെങ്കിൽ നമ്മളുടെ പാകിസ്ഥാനിലുള്ള തിരിച്ചടി, ആ തിരിച്ചടിക്കകത്ത് ഇന്ത്യക്ക് കിട്ടിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബേസിൽ ഇന്ത്യയെ മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ വലിപ്പത്തിലേക്കുള്ള രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയോടും അമേരിക്കയോടും ഒക്കെ മത്സരിച്ച് സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയുടെ ഏതാണ്ട് 81% വരുന്ന ആയുധങ്ങളും വാങ്ങിച്ചിരിക്കുന്നതും, ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ ചൈനയുടേതാവുമ്പോൾ ഏത് ആയുധവും, ഏത് മിസൈലും, ഏത് ഫൈറ്റർ ജെറ്റുകൾ വന്നിറക്കുകയും, അത് ചൈനയുടെ അറിയാമല്ലോ, ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്, അവരുടെ BL-15 എന്ന് പറയുന്ന മിസൈൽ നമ്മൾ ജീവനോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയും, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന തിരിച്ചടിയിൽ കൂടി എല്ലാ ആയുധങ്ങളും, ഡ്രോണ്, അല്ലെങ്കിൽ അവരുടെ മിസൈലുകള്, നമ്മളെ ആക്രമിക്കാൻ വന്ന ഡ്രോണുകളെ, ഫൈറ്റർ ജെറ്റുകളെ, ഇതെല്ലാം നമ്മൾ അടിച്ചിടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം ആ സമയത്താണ് പുതിയതായിട്ട് ഈ പറയുന്ന ഭാർഗവ എന്ന് പറയുന്ന മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി ഇന്നലെ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയിലെ ഗോവാൽപൂരിലാണ്. അത് നിർമ്മിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ്, SDAL ആണ് രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഹാർഡ് കില്ലർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാർഗവാസ്ത്രയാണ്. 2.5 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഡ്രോണുകളെ ആയാലും അല്ലെങ്കിൽ മിസൈലുകളെ ആയാലും ഒക്കെ നിരീക്ഷിച്ചിട്ട്, അതിന് പ്രധാനമായിട്ടും ഡ്രോണുകൾ നിരീക്ഷിച്ചിട്ട് അതിനെ നിർവീര്യമാക്കാൻ കഴിവുള്ളതാണ്. ഇന്നലെ പരീക്ഷിച്ചപ്പോൾ ഒരേ ഒരു റോക്കറ്റ് സംവിധാനത്തിലാണ് 2 പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പൊ 2 പരീക്ഷണവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ, നമ്മൾ വികസിപ്പിച്ചെടുത്തതുപോലെ വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. സമുദ്രത്തിൽ നിന്നുണ്ട് 5000 മീറ്റർ ഉയരത്തിലുള്ള, അതായത് ഏത് സാഹചര്യത്തിലുള്ളതായാലും ആ ഉയരത്തിലുള്ള ഡ്രോണുകളെ കണ്ടെത്തി നിർവീര്യമാക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഡിഫൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ ഡ്രോൺ സംവിധാനമാണിത്. അപ്പം ഇപ്പൊ ഈ ആകാശ് മിസൈൽ, കാരണം നമ്മുടെ യുദ്ധത്തിനകത്ത് ആകാശ് മിസൈൽ ഇപ്പൊ ലോകമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബ്രഹ്മോസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ
സൂപ്പർസോണിക് മിസൈലാണ്. അപ്പം അതിന്റെ കൂടെ ബ്രഹ്മോസിനൊക്കെ ചെലവ് കൂടുതലാണ്. ആകാശ് മിസൈലിന് ഈ പറയുന്ന ചെലവ് അത്രത്തോളം വരുന്നില്ലെങ്കിൽ പോലും ആകാശ് മിസൈൽ എന്ന് പറയുമ്പോൾ ചെറിയ കോമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പെട്ടെന്ന് ചെറിയ മിസൈൽ ആയതുകൊണ്ട് നീക്കുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷെ അതിന്റെ പ്രകടനശേഷി ഏറ്റവും വലിയ വലിപ്പത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആകാശ് മിസൈൽ തേടി ഇന്ത്യയിലേക്ക് വളരെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഈ ഒരു ആന്റി ഡ്രോൺ സംവിധാനത്തിന് വേണ്ടി ഈ പറയുന്ന ലോക രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആകാശ് മിസൈലിന്റെ കൂട്ട് തന്നെ അതിന് വളരെ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വേണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം ഈ യുദ്ധത്തിനകത്ത് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ, അതായത് യുദ്ധോപകരണങ്ങളുടെ എല്ലാം കാര്യശേഷി ലോകം പരിശോധിക്കുമ്പോൾ ആർക്കും സംശയമില്ലാത്ത രീതിയിലേക്കുള്ള കാര്യശേഷി അല്ലെങ്കിൽ പ്രഹരശേഷി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ ഈ പറയുന്ന ചൈനയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടൊക്കെ ഈ യുദ്ധക്കോപ്പുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, ചൈനയുടെ ആയുധങ്ങൾ ഏതാണ്ട് 85% വരുന്ന ആയുധങ്ങൾ നിഷ്പ്രഭമായിട്ട് നിലത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈസി ആയിട്ട് അടിച്ചു ദൂരെ കളയുമ്പോൾ, ഒന്നും നമ്മളുടെ രാജ്യത്തിന് പ്രഹരം ഏൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ ചൈനയെ പോലുള്ള ഏതാണ്ട് 40ഓളം രാജ്യങ്ങൾ ചൈനയിൽ നിന്നും ആയുധം മേടിക്കുന്നു എന്നാണ് ഔദ്യോഗികമായിട്ട് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ആ രാജ്യങ്ങളൊക്കെ മേടിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളിൽ ഇപ്പം സംശയം, ഈ ഡ്യൂപ്ലിക്കേറ്റ് ചൈന എന്നാണല്ലോ പറയുന്നത്. ഏത് സാധനത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, അതിന്റെ കാര്യശേഷി ഈ പറയുന്നത് പോലെ ഇല്ലാതെയാകുന്നു. അപ്പൊ ആ രാജ്യങ്ങളൊക്കെ നാളെ കാലത്തെ ഈ ആയുധം വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നത്. ഈ ഒരു യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ ഇന്നലെ നമ്മളുടെ യുദ്ധത്തെ പറ്റിയുള്ള വിലയിരുത്തൽ കേന്ദ്ര മന്ത്രിസഭ കൂടി ഔദ്യോഗികമായിട്ട് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ യുദ്ധം ചെയ്തെന്നും ഏതൊക്കെ ശത്രു രാജ്യത്തിന്റെ ഏതൊക്കെ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ, ഫൈറ്റർ ജെറ്റുകൾ ഇവയൊക്കെ തകർത്തെന്ന് വ്യക്തത വരുത്തി തെളിവുകളോടുകൂടി പറയുന്ന ഒരവസ്ഥ വീണ്ടും ഉണ്ടായപ്പോൾ ഓഹരി വിപണി ഉൾപ്പെടെ ഉള്ള ഇടത്ത് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം കൂപ്പുകുത്തുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മളോട് യുദ്ധം ചെയ്തിട്ട് ഇപ്പം നേരത്തെ ഏഷ്യനിലെ കവാടക്കാരൻ അല്ലെ കാവൽക്കാരൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന ചൈന അല്ല, ഇപ്പോൾ ഇന്ത്യയാണ് അതിന് പ്രാപ്തമായിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന ആന്റി ഡ്രോൺ സംവിധാനം തുർക്കിയുടെ തലക്കിട്ട ഒരു അടിയും കൂടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ തുർക്കിയുടെ തലക്കിട്ട ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മളുടെയോട് യുദ്ധം ചെയ്യുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച 600ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം വരുന്ന ഡ്രോണുകളും തുർക്കിയുടേതായിരുന്നു. ഈ തുർക്കിയുടെ ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ തുർക്കിയുടെ ഏറ്റവും വലിയ ഒരു ഇമേജ് ആയിരുന്നു തുർക്കി ഡ്രോണുകൾ. ഫ്രാൻസുമായിട്ടുള്ള പണ്ട് ഉള്ള യുദ്ധത്തിൽ, അല്ലെങ്കിൽ അസർബൈജാൻ ഉപയോഗിക്കുന്ന തുർക്കിയുടെ ഡ്രോണുകളാണ് അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ. അപ്പൊ അതൊക്കെ വലിയ വിജയത്തിലാണ്. ഇപ്പൊ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉപയോഗിക്കുന്ന തുർക്കിയുടെ ഡ്രോണുകൾ അടിച്ചിടുന്നതിന് വേണ്ടി ആകാശ് മിസൈലുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ ഡ്രോണുകളുടെ ഇനി ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ആവശ്യകത മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഡ്രോണുകളെ ചെറുക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആന്റി ഡ്രോൺ സംവിധാനവും ആകാശ് മിസൈലും ഒക്കെ തിരക്കി ലോകരാജ്യങ്ങൾ വരുന്ന അവസ്ഥ. അതായത് തുർക്കിയുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് ഒരു ആന്റി ഡ്രോൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാർഗവാസ്ത്ര കൊണ്ടിട്ട ഒരവസ്ഥയാണ് തുർക്കിക്കും അസർബൈജാനും ഒരുപക്ഷെ ചൈനയ്ക്കും ഒക്കെ വലിയ ഒരു പ്രഷർ, അല്ലെങ്കിൽ വലിയ ഒരു അടി. യുദ്ധത്തിൽ കിട്ടിയത് പാകിസ്ഥാൻ ആണെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ലോക നിലവാരത്തിൽ നിന്നിട്ടുള്ള വലിയ വലിപ്പത്തിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നവർക്ക് കിട്ടിയ ഒരു അടി പോലെയാണ് ഇപ്പൊ വീണ്ടും ഈ യുദ്ധത്തിന് ശേഷം S-500 വികസിപ്പിച്ചെടുക്കുന്നതിനും, അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ 5th ജനറേഷൻ വികസിപ്പിച്ചെടുക്കുന്നതിനും, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഈ വലിയ വലിപ്പത്തിൽ പ്രതിരോധ സംവിധാനം കൂട്ടുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് S-400 കൂടുതൽ വാങ്ങിക്കുന്നതിനൊക്കെ തയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ISRO വികസിപ്പിച്ചെടുത്ത നമ്മുടെ 4ഓളം ഉപഗ്രഹങ്ങൾ നമ്മളുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന രീതി, അല്ലെങ്കിൽ ആ 4ഓളം ഉപഗ്രഹങ്ങൾ എത്തരത്തിൽ ഈ യുദ്ധത്തിൽ നമ്മൾക്ക് പ്രയോജനപ്പെട്ടു എന്നതിനെ പറ്റിയൊക്കെയുള്ള പറച്ചിൽ, വിശദീകരണം അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞപ്പോൾ എല്ലാ തലത്തിലും രാജ്യം വളരെ പ്രാപ്തമാണ്, ലോക ശക്തികൾ ഒന്നാമതാണ്, ഒരുപക്ഷെ 4ാമത് നിന്നിരുന്ന എന്ന് ലോകം ഇരുത്തിരുന്ന ഇന്ത്യ
ഇപ്പോൾ അതിനെയൊക്കെ മറികടന്ന് വലിയ വലിപ്പത്തിലേക്ക് വരികയാണ്. ഈ പറയുന്ന ഭാർഗവാസ്ത്ര തുർക്കിയുടെ മണ്ടയ്ക്ക് വീണു എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇന്ത്യയുടെ ഭാർഗവാസ്ത്ര മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്ര 64 മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. പ്രശാന്ത് സാറ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിരോധ പ്ലാറ്റ്ഫോം ഡ്രോൺ ആക്രമണങ്ങളെയാണ് പ്രധാനമായും ചെറുക്കുന്നത്. ശത്രുക്കളുടെ ഡ്രോണുകളെ വിജയകരമായി ട്രാക്ക് ചെയ്യാനും അതിന്റെ ഒരു മൂവ്മെന്റ് ഏത് വശത്തേക്കാണ് ദിക്ക് പോലും അളന്നു മുറിച്ച് കാണിച്ചു തരാൻ ഭാർഗവാസ്ത്രയ്ക്ക് സാധിക്കുമെന്നാണ്. അതുവഴി ആക്രമിക്കാൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ കൂടെ സാധിക്കും. എന്തായാലും ഇന്ത്യ പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുകയാണെന്ന് വ്യക്തം. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.